അപ്പൊ കൂട്ടുകാരെ, വരുന്ന PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുകൂടാത്ത നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ചോദ്യം കേരളവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങാണ് അല്ലെ. എന്നാൽ കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷമായ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എത്ര പേർക്ക് അറിയാം? ഉത്തരം കോക്കോസ് നുസിഫറയാണ്. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങാണ്. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമായ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? കോക്കോസ് നുസിഫറ. ഈ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇളനീരാണ്. അപ്പൊ തെങ്ങിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ മനസ്സിലാക്കിയാലോ? അപ്പൊ ആദ്യമായിട്ടുള്ള പോയിന്റ്, നാളികേര ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരത്താണ്. എന്നാൽ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കായംകുളത്താണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. ഇനി നമുക്ക് തെങ്ങിന്റെ സങ്കര ഇനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഈ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങിന് ഒരു സങ്കരയിനം തെങ്ങാണെന്ന് പറഞ്ഞു. ഏതൊക്കെ തെങ്ങിനങ്ങൾ ചേർന്നാണ് ചന്ദ്രലക്ഷ ഉണ്ടായിരിക്കുന്നത്? അതായത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും, അതായത് T/D ഇത്തരത്തിൽ രണ്ട് തെങ്ങുകൾ ചേർന്നാണ് സങ്കരയിനമായ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങ് ഉണ്ടായിരിക്കുന്നത്. ഇനി ചന്ദ്രശങ്കര എന്ന് പറയുന്ന സങ്കരയിനം തെങ്ങ് ഉണ്ടായിരിക്കുന്നത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് സ്റ്റോണും തമ്മിൽ ക്രോസ് ചെയ്താണ്, അതായത് D/T. ഇനി അടുത്തത് പറഞ്ഞെന്താണ്? ലക്ഷഗംഗ. അപ്പൊ ലക്ഷഗംഗ എന്ന് പറയുന്ന സങ്കരയിനം തെങ്ങുണ്ടായിരിക്കുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോണ്ടം എന്ന് പറയുന്ന തെങ്ങിനും ചേർന്നാണ്. അതുപോലെ തന്നെ മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന മുതലായ തെങ്ങിനങ്ങളൊക്കെ കാണപ്പെടുന്നു. ഇപ്പൊ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട സങ്കരയിനം തെങ്ങുകളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇതൊക്കെയാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട തെങ്ങിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചാണ്. അപ്പൊ തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കൂമ്പുചീയൽ, ചെന്നീരൊഴുപ്പ്, കാറ്റുവീഴ്ച, മഹാളി രോഗം, തഞ്ചാവൂർ വാട്ടം. ഇതൊക്കെ തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പൊ തെങ്ങുമായി ബന്ധപ്പെട്ട മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത്. അപ്പൊ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത്തരത്തിലുള്ള പുതിയ അറിവുകളും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി പോയിന്റ്സിനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനെ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.